എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. സോണിയാഗാന്ധിക്ക് മുന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പരാതി കേട്ടയച്ച് ഘടകകക്ഷികൾ. ഗ്രൂപ്പ് പോര് തുടർന്നാൽ ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്ന് മുന്നറിയിപ്പ്. ചെന്നിത്തലയുടെ കത്തിൽ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശമുണ്ടെന്ന വിമർശനവുമായി കെ മാണി. മുന്നണിയുടെ നട്ടല്ലേ ന്യൂനപക്ഷങ്ങൾ. ഇല്ലാത്ത കത്തിനെ പറ്റിയാണ് മാണിയുടെ പരാതിയെന്ന് ഐ ഗ്രൂപ്പ്. ബംഗാളിലെ അടവ് നയത്തിന് CPIM തീരുമാനം. കോൺഗ്രസുമായും സഹകരിക്കാൻ ആലോചന. എതിർപ്പുമായി കേരള ഘടകം. PS-ന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വൈകാതെ തീരുമാനമെന്ന് കാരാട്ട്. കേരളത്തിലെ അടിത്തറ ശക്തിപ്പെടുത്താൻ RSS പ്രമുഖ വ്യക്തികളുമായി കൂടിക്കാഴ്ച നടത്തി. സർസംഘ് ചാലകിന്റെ കേരള സന്ദർശനം. BJP ഭരിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷ സുരക്ഷ ഉറപ്പെന്ന് മോഹൻ ഭാഗവത്. കണ്ണൂരിൽ CPM-മായി ചർച്ചയ്ക്ക് തയ്യാർ. പ്രതിരോധ രംഗത്ത് പുത്തൻ കരുത്തുമായി ബറാക്ക് 8. ഉപരിതല ദീർഘദൂര മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. അറബിക്കടലിൽ INS കൊൽക്കത്തയിൽ നിന്ന് മിസൈൽ ലക്ഷ്യം ഭേദിച്ചു. ചലച്ചിത്ര മേഖലയെ നിശ്ചലമാക്കാൻ വീണ്ടും സിനിമാ സമരം. ജനുവരി 1 മുതൽ അനിശ്ചിതകാല സമരം എന്ന് ഫിലിം ചേംബർ. പ്രൊഡ്യൂസേഴ്സിന് ചേംബറിന്റെ പിന്തുണ. ഫെഫ്റ്റയുമായി സഹകരണമില്ല. എഡിറ്റേഴ്സ് അവർ വിശദമായി. RSS സർസംഘ് ചാലക് മോഹൻ ഭാഗവത് സംസ്ഥാനത്തെ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. എതിർപ്പുകളെ മറികടന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സംസ്ഥാനത്ത് കൂടുതൽ സ്വീകാര്യത ഉറപ്പുവരുത്തുകയായിരുന്നു കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. സവിശേഷ സമ്പർക്കത്തിന്റെ ഭാഗമായാണ് RSS സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് കേരളത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. VHP സംസ്ഥാന അധ്യക്ഷൻ SJR കുമാറിന്റെ കൊച്ചിയിലെ കടവന്ത്രയിലെ വീട്ടിൽ വെച്ചാണ് RSS മേധാവിയുടെ കൂടിക്കാഴ്ച. രാവിലെ 10 മണിക്ക് ആരംഭിച്ച കൂടിക്കാഴ്ചയിൽ റിട്ടയർഡ് ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യം, അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ നാഗരേഷ്, പാർലമെന്റിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഡോക്ടർ റിച്ചാർഡ് ഹേ, ഭാരതീയ വിചാര കേന്ദ്രം മുൻ സമിതി അംഗം TG മോഹൻദാസ്, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, അഡ്വക്കേറ്റ് DB ബിനു എന്നിവർ പങ്കെടുത്തു. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന് RSS മേധാവി പറഞ്ഞതായി കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരിക്കലും ഒരു ന്യൂനപക്ഷത്തിന് എന്തെങ്കിലും രീതിയിലുള്ള അവരുടെ ചിന്തകൾക്കോ അവരുടെ വിശ്വാസങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്കോ ഗവൺമെൻറ് അല്ലെങ്കിൽ BJPയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഒരു തടസ്സം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരെപ്പോഴും പൂർണ്ണമായ സുരക്ഷിതത്തോടെ. കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഗിരിനഗർ RSS ശാഖയും കൊച്ചിയിലെ ഉത്തരേന്ത്യൻ സമൂഹത്തിന്റെ പരിപാടികളിലും പങ്കെടുത്ത ശേഷം മോഹൻ ഭാഗവത് നാളെ മുംബൈയിലേക്ക് മടങ്ങും. റിപ്പോർട്ടർ, കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പഴുതുകൾ അടച്ചുള്ള ആസൂത്രണവുമായി BJP. തെരഞ്ഞെടുപ്പിന് മുൻപ് പൊതുജന അഭിപ്രായം സ്വരൂപിച്ച് വീക്ഷണരേഖ തയ്യാറാക്കാൻ BJP നേതൃയോഗം തീരുമാനിച്ചു. ഇടതു വലതു മുന്നണികൾക്കെതിരെ കുറ്റപത്രങ്ങൾ തയ്യാറാക്കി ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കും. വനിതകൾക്കിടയിൽ BJPയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള വിപുലമായ പദ്ധതികളും പാർട്ടി ആവിഷ്കരിച്ചിട്ടുണ്ട്. കുമ്മനം രാജശേഖരൻ നയിക്കുന്ന കേരള യാത്രയ്ക്ക് ജനുവരി 20-ന് മഞ്ചേശ്വരത്ത് നിന്ന് തുടക്കമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ ചുവടുവയ്പുമായി BJP അംഗത്തിനിറങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട വിപുലമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് BJP രൂപം നൽകി കഴിഞ്ഞു. നിയോജക മണ്ഡലങ്ങളിൽ മുഴുവൻ സമയ പ്രവർത്തകരെ നിയോഗിച്ചു. ജനുവരി 5 മുതൽ 13 വരെ നിയോജക മണ്ഡലങ്ങളിൽ പ്രവർത്തകരുടെ സമ്മേളനം ചേരും. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളടങ്ങിയ 8-അംഗ സംഘങ്ങൾ 140 നിയോജക മണ്ഡല സമ്മേളനങ്ങളിലും പങ്കെടുക്കും. ഇതിനുശേഷം കുമ്മനം നയിക്കുന്ന സംസ്ഥാന യാത്ര ജനുവരി 20-ന് ആരംഭിക്കും. മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കുന്ന യാത്ര ഫെബ്രുവരി 9-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചു. പൊതുജനങ്ങളിൽ നിന്നുൾപ്പെടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് വീക്ഷണരേഖ തയ്യാറാക്കും. പാർട്ടിയിലേക്ക് കൂടുതൽ വനിതകളെ ആകർഷിക്കാനുള്ള പരിപാടികൾക്കും രൂപം നൽകിയിട്ടുണ്ട്. ഒരു ബൂത്തിൽ ഒരു വനിത എന്ന പ്രാതിനിധ്യം നിർബന്ധമാക്കും. LDFും UDFും നടത്തുന്നത് വയറ്റിപ്പഴപ്പ് രാഷ്ട്രീയമാണെന്നും അധികാരം പിടിക്കാൻ തന്നെയാണ് BJPയുടെ പോരാട്ടമെന്നും കൗൺസിലിൽ കുമ്മനം രാജശേഖരൻ ആവർത്തിച്ചു. അവർ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഈ കൃത്രിമത്വത്തിന്റെ നെടുങ്കൻ കോട്ടകൾ നമുക്ക് തകർക്കണം, തച്ചുടയ്ക്കണം. ഏപ്രിൽ മാസത്തിൽ മിക്കവാറും തെരഞ്ഞെടുപ്പ് നടക്കും. അന്ന് നടക്കാൻ പോകുന്നത് എന്താണ്? വിളവെടുപ്പാണ്. 100 മേനി വിളവെടുപ്പാണെന്ന് നടക്കാൻ പോകുന്നത്. 100 മേനി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. വിഷയത്തിൽ MT രമേശ്, PM മനോജ്, DB ബിനു, A ഷുക്കൂർ, P ജയരാജൻ, K സുരേന്ദ്രൻ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ DB ബിനു, നേരത്തെ ശിവമഠത്തിൽ പറയുന്നത് കേട്ടു, ന്യൂനപക്ഷങ്ങൾക്ക് സ്വസ്ഥമായിരിക്കാൻ BJP ഭരണത്തിൽ RSSO BJPയോ ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല എന്ന്. മറ്റൊന്ന്, കണ്ണൂരിലെ സംഘർഷം സംബന്ധിച്ച് CPM-മായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് RSSന്റെ സർസംഘ് ചാലക് പറയുകയാണ്. എന്താ അതിൻ്റെ വിശദാംശങ്ങൾ? അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നുള്ളത് RSSന്റെ ഒരു പോളിസിയല്ല. ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നത്, ഞങ്ങൾ ആക്രമിക്കുന്നില്ല. അപ്പോൾ മാറാട് കൊലപാതകങ്ങൾക്ക് ശേഷം തിരിച്ചടിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്.
എങ്കിലും ഇത് അവസാനിപ്പിക്കേണ്ടത് ഞങ്ങളല്ല, അവരാണ്. ഇത് ആക്രമിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇത് അവസാനിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ഡയലോഗിന്, ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന ഒരു നിലപാടാണ് ചർച്ചകളിൽ അദ്ദേഹം സ്വീകരിച്ചത്. ശ്രീ DB ബനു, ആ വിഷയം എങ്ങനെ എടുത്തിട്ടു? ആരെടുത്തിട്ടു? താങ്കൾ അങ്ങോട്ട് പറയുകയായിരുന്നു അതോ അദ്ദേഹം ഇങ്ങോട്ട് തന്നെ പറയുകയായിരുന്നു? ഈ ചോദ്യം ശിവൻ മഠത്തിലാണ് ഉന്നയിച്ചത്. ഇത്തരത്തിൽ കണ്ണൂർ, തലശ്ശേരിയിലൊക്കെ ഇതിൻ്റെ കൊലപാതക രാഷ്ട്രീയം പരമ്പരകൾ നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് അവസാനിപ്പിച്ചുകൂടാ, അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ടതല്ലേ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ആ പ്രശ്നത്തിലേക്ക് ചർച്ച മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ പ്രോത്സാഹിക്കുന്ന ആളുകളല്ല. ആക്രമണങ്ങൾ, ഈ സമീപകാലത്ത് നടന്ന ആക്രമണങ്ങൾക്ക് ഞങ്ങൾ തിരിച്ചടിച്ചിട്ടില്ല. തിരിച്ചടിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അക്രമം അല്ല ഇതിനൊരു പരിഹാരമാർഗം. ഇതിനൊരു തുറന്ന ചർച്ച അനിവാര്യമാണ്, ഞങ്ങളതിന് തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ദയവായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ P. ജയരാജൻ, DB ബിനുവിനെ കേട്ടല്ലോ താങ്കൾ, എന്താണ് അക്കാര്യത്തിലുള്ള പ്രതികരണം? ഒന്നാമതായി RSSന്റെ ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞ കാര്യമല്ല ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ചയ്ക്ക് വിധേയമായത്. അദ്ദേഹത്തെ RSSന്റെ തലവൻ മോഹൻ ഭാഗവതനെ കണ്ടിട്ടുള്ള രണ്ട് വ്യക്തികൾ, അവര് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം അദ്ദേഹത്തിൽ ഉണ്ടായി എന്നത് മാത്രമാണ് നാം മനസ്സിലാക്കുന്നത്. ഇവിടെ ബിനു പറഞ്ഞതുപോലെ ഇത് ഞങ്ങൾ പ്രേരിപ്പിച്ചിട്ടല്ല അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് ഒരു തരത്തിലും വസ്തുതയുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. RSSന്റെ അഖിലേന്ത്യാ നേതൃത്വം കോടിക്കണക്കിന് ഉറുപ്പികയാണ് കേരളത്തിൽ. അക്കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുണ്ടാകാം. പക്ഷേ ശ്രീ P. ജയരാജൻ, അങ്ങനെ RSS ഒരു ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നു തോന്നലാണല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. CPM തയ്യാറാണോ അങ്ങനെ ഒരു ചർച്ചയ്ക്ക്? ഞങ്ങൾ എല്ലായ്പ്പോഴും സമാധാന ചർച്ചകളിൽ പങ്കെടുത്ത പാർട്ടിയാണ്. RSSും BJPയുമാണ് ചില ഘട്ടങ്ങളിൽ ബഹിഷ്കരിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. അത് പൊതു ചർച്ചകളിൽ RSSന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഇപ്പോഴും ക്രിയാത്മകമായിട്ടൊരു നിലപാട് സ്വീകരിച്ചാൽ അതിനോട് അതേ നിലക്ക് ക്രിയാത്മകമായി തന്നെ പ്രതികരിക്കാൻ CPM തയ്യാറാകും. അതായത് ഒരു ബയലാറ്ററൽ ഡിസ്കഷൻ, ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് CPM തയ്യാറാണ്. അക്കാര്യം സംബന്ധിച്ച് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം വരട്ടെ, അതിനുശേഷം ഞങ്ങള് ആലോചിച്ച് അതിനാവശ്യമായിട്ടുള്ള പ്രതികരണം നടത്തും. സാധാരണഗതിയിൽ അത്തരത്തിലുള്ള എല്ലാ ചർച്ചയുമായി സഹകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷെ പലപ്പോഴും ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളത്. നേരിട്ട് ചർച്ച നടത്തണമോ അത് പ്രയോജനം ചെയ്യുമോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതേവരെ ഔദ്യോഗികമായിട്ട് അവരുടെ നിലപാടൊന്നും അവർ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ദയവായി തുടരുക. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ MT രമേശ്, താങ്കൾ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണല്ലോ. RSS സർസംഘചാലക് മോഹൻ ഭാഗവത് ഇങ്ങനെ പറഞ്ഞതായി DB ബിനു ഉദ്ധരിക്കുമ്പോൾ തന്നെ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അങ്ങനെ ഒരു ചർച്ചയെ സ്വാഗതം ചെയ്യുകയാണ്, അല്ലെങ്കിൽ വരട്ടെ നോക്കാം എന്ന നിലപാടെടുക്കുകയാണ്. അതിന് സാധിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള നിലപാടാണെങ്കിൽ സാധിക്കാവുന്നതേ ഉള്ളൂ എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം മുൻപും ഇതേപോലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ 1980-കളിലെ ആദ്യം നിരന്തരമായിട്ടുള്ള സംഘർഷം തലശ്ശേരിയിലുണ്ടായപ്പോൾ അന്ന് BMSന്റെ അഖിലേന്ത്യാ നേതാവായിരുന്ന ദത്തോപന്ത് ഡാങ്കഡി BT രണദേവിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകൈയെടുത്തുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരുന്നു. ആ ചർച്ച ഒരു ഘട്ടം വരെ മുന്നോട്ട് പോയിട്ടുള്ളതാണ്. പക്ഷേ ആ ചർച്ചയിൽ നിന്ന് കേരളത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യം കൊണ്ട് CPM പിന്മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും CPMന്റെ നേതാക്കന്മാരുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ നേരത്തെ P. ജയരാജൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഔദ്യോഗിക സംവിധാനം ആയിട്ടും അല്ലാതെയും ചില ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് 100% വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് സമാധാനമാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ആ സമാധാനത്തിന് ഔദ്യോഗിക സംവിധാനത്തിനപ്പുറത്ത് CPM നേതൃത്വവുമായിട്ട് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് മുഖാമുഖം സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്നതിൽ RSSന് ഒരു വിമുഖതയുമില്ല. ഞങ്ങൾ എല്ലായ്പ്പോഴും തയ്യാറായിട്ടുണ്ട്. ആ തയ്യാറായ സാഹചര്യം ഒന്നുകൂടി ആവർത്തിക്കുക മാത്രമേ. ഇവിടെ BJP മാത്രമല്ല ശ്രീ P. ജയരാജൻ, ക്ഷമിക്കണം, RSS മാത്രമല്ല, BJPയും ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് അവർക്കും ഒരു അനുകൂല നിലപാടാണ്. BJP വെറും മുഖംമൂടി മാത്രമാണ്. യഥാർത്ഥത്തില്
ഈ അക്രമങ്ങളെല്ലാം RSSകാർ പ്ലാൻ ചെയ്യുന്നതാണ്. RSSന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് കൃത്യമായിട്ട് അതിൽ പങ്കാളിത്തമുണ്ട്. കോടിക്കണക്കിന് ഉറുപ്പിക കണ്ണൂരിലും കേരളത്തിലുമൊക്കെ അക്രമ സംഭവങ്ങൾക്ക് വേണ്ടി RSS നേതൃത്വം ചെലവഴിച്ചിട്ടുണ്ട്. ആ ചെലവഴിച്ച തുക യഥാർത്ഥത്തിൽ കിട്ടേണ്ടവർക്ക് കിട്ടിയില്ല എന്നതാണ് RSSനകത്തുള്ള ആക്ഷേപം. അത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ ഏതാനും ദിവസത്തിന് പുറത്തു വരാൻ വേണ്ടി പോകുന്നു. ആയിക്കോട്ടെ, അതൊക്കെ ആയിക്കൊള്ളട്ടെ. ഇപ്പോ മോഹൻ ഭാഗവത് കേരളത്തിൽ വന്ന് പറയുകയാണ് CPM-ഉമായി ഉഭയകക്ഷി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന്. അപ്പോൾ CPM അതിന് തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമാണല്ലോ. താങ്കളുടെ മറുപടി പൂർണ്ണാർത്ഥത്തിൽ ഞങ്ങൾ തയ്യാറാണ് എന്നാണോ, അതോ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റികളോട് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ നിലപാടെടുക്കാൻ കണ്ണൂർ ഘടകത്തിന് കഴിയൂ എന്നാണോ? എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ കൃത്യമായി എടുക്കാൻ കഴിയുക? ഒരിക്കലുമല്ല. ഞങ്ങള് അത്തരത്തിലുള്ള ചർച്ചകൾക്ക് ക്രിയാത്മകമായിട്ടുള്ള പ്രതികരണമാണ് ഞങ്ങൾ ഇതേവരെ നടത്തിയിട്ടുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഇങ്ങനെ ഇടനിലക്കാരായിട്ടുള്ള ആളുകളോട് മോഹൻ ഭാഗവത് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടാണ് ചാനൽ ഇപ്പോൾ പുറത്തു വിടുന്നത്. യഥാർത്ഥത്തിൽ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ പരസ്യമായി പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനോട് ക്രിയാത്മകമായിട്ട് തന്നെ അനുകൂലമായിട്ട് തന്നെയുള്ള പ്രതികരണം CPM-ന്റെ ഭാഗത്തുണ്ടാവും. കാരണം നാട്ടിൽ സമാധാനമാണ് ഞങ്ങൾക്ക് ആവശ്യം. പക്ഷെ ഇതൊന്നും ഞങ്ങളറിയാതെ കണ്ണൂരിൽ എന്തോ സംഘർഷം നടക്കുന്നു എന്ന മട്ടിൽ RSS നേതാക്കന്മാർ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല. കോടിക്കണക്കിന് ഉറുപ്പിക RSSന്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതാക്കന്മാർക്ക് RSSന്റെ നേതാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ RSS നേതാക്കന്മാര് ബലിദാനികൾക്ക് പോലും കൊടുക്കേണ്ട തുകയും മറ്റും കൊടുത്തില്ല എന്നുള്ള ആക്ഷേപം സംഘപരിവാരത്തിനകത്ത് തന്നെ വലിയ പൊട്ടിത്തെറിക്കടയാക്കിയിരിക്കുക. അപ്പോ RSSന്റെ അഖിലേന്ത്യാ നേതൃത്വം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ അക്രമങ്ങളെ നിരുത്സാഹപ്പെടുത്തുമെന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഇത് ഒന്ന് ഔദ്യോഗികമാക്കിക്കൂടെ ശ്രീ MT രമേശ്? ഇതൊന്ന് ഔദ്യോഗികമാക്കുക. RSS ഇടനിലക്കാർ മുഖാന്തരം അറിയിച്ച കാര്യമാണ്. അതിൻ്റെ ആത്മാർത്ഥത CPM-നെ സംബന്ധിച്ചിടത്തോളം തെളിയണമെങ്കിൽ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും ഒക്കെ പറയണം. ഒന്നുകിൽ മോഹൻ ഭാഗവത് നേരിട്ട് പറയണം, അല്ലെങ്കിൽ ഇവിടുത്തെ BJP-യുടെ സംസ്ഥാന നേതൃത്വം പറയണം. പറഞ്ഞോളൂ, സമയമേതാ? രണ്ട് കാര്യങ്ങളുണ്ട് നികേഷ്. ഒന്ന്, ശ്രീ P. ജയരാജൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ, അത് എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ വിവരങ്ങൾ കിട്ടിയെന്ന് എനിക്കറിയില്ല. കണ്ണൂർ ജില്ലയിലെ സംഘർഷത്തിന്റെ ചരിത്രം പരിശോധിച്ചാലും കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ സംഘർഷം ഇവിടെ നടത്തിയാലും ആരാണ് കൊലപാതകത്തിനും അക്രമത്തിനും നേതൃത്വം കൊടുത്തത് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ സന്ദർഭത്തിൽ അതൊരു ചർച്ചയുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ ഇവിടെ ഏതോ ഫണ്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ CPM-നെ പോലെ പ്രൊഫഷണൽ സംഘത്തിന് കാശ് കൊടുക്കുന്ന പാർട്ടിയൊന്നുമല്ല. അത് P. ജയരാജന് നന്നായിട്ട് അറിയാമല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ വേണ്ടി CPM ശ്രമിക്കുന്നു. CPM കണ്ണൂർ ജില്ലയിലെ വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്വാധീന മേഖല ഞങ്ങൾക്ക് കടന്നു കയറാൻ അനുവദിക്കാത്തതുകൊണ്ടുണ്ടാകുന്ന സംഘർഷമാണ്. അത് സമാധാനപരമായ അന്തരീക്ഷത്തിൽ അവരുമായി സംസാരിച്ച് തീർക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്വാധീന മേഖലകളിൽ RSSന് കടന്നു കയറാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് അവിടെ സംഘർഷം ഉണ്ടാകുന്നത്. അതായത് RSSന്റെ താവളങ്ങളിലൊക്കെ വലിയ നിലക്ക് തമ്മിലുള്ള പ്രശ്നങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് CPM-മായി ബന്ധപ്പെടാൻ നിരവധി ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അവർക്ക് നേരെ ഊരുവിലക്ക് പോലെയുള്ള നടപടികളാണ് RSS നേതൃത്വം കൈക്കൊള്ളുന്നത്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് അതല്ലേ? ഇങ്ങനെ ചില താവളങ്ങൾ ഉണ്ടാക്കുക രണ്ട് സംവിധാനങ്ങളും എന്നുള്ളത് അവസാനിപ്പിച്ചാലല്ലേ ഇങ്ങനെയുള്ള സമാധാന ചർച്ചകൾക്ക് ഗുണമുണ്ടാകൂ? തീർച്ചയായിട്ടും സമാധാനപരമായിട്ടുള്ള പ്രവർത്തനം ഉറപ്പുവരുത്താൻ വേണ്ടി ഏത് പാർട്ടി മുന്നോട്ട് വന്നാലും അതുമായി സഹകരിക്കുന്ന നിലപാടാണ് CPM-നുള്ളത്. അതുകൊണ്ട് RSS നേതൃത്വം ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞാൽ അതിനോട് CPIM ഔദ്യോഗികമായിട്ട് തന്നെ പ്രതികരിക്കും. ശ്രീ PM മനോജ്, രണ്ട് മാലാഖമാരാണ് ഇത് പറയുന്നത് എന്ന് ഒരു മാധ്യമപ്രവർത്തകന്റെ റോൾ അണിയുമ്പോൾ താങ്കൾക്ക് തോന്നുന്നില്ലല്ലോ. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ടോ? ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന വസ്തുതകൾ, ചർച്ചയ്ക്ക് ക്ഷണിക്കുന്ന ആളുകൾ വസ്തുതാപരമായി സംസാരിക്കണം. ഇവിടെ RSS ഒരു മാലാഖയും RSSന്റെ പ്രവർത്തനങ്ങളെ എല്ലാവരും തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇരയുടെ ഭാഗത്താണ്, നിങ്ങൾ ചർച്ചയ്ക്ക് വരൂ എന്ന് പറയുകയാണ് ഇവിടെ ദൂതന്മാർ മുഖേന. യഥാർത്ഥത്തിൽ അവിടെ RSS മാലാഖയല്ല, RSS ആണ് അവിടെ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. അത് കുഴപ്പത്തിൻ്റെ ഒരു സൈഡിൽ RSS എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതിനു പകരം RSS ആണ് അവിടെ മൊത്തം കുഴപ്പമുണ്ടാക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ഈ അടുത്ത കാലത്ത് നമുക്കറിയാലോ, EP ജയരാജനെ കൊല്ലാൻ വിട്ടത് CPM ആണോ?
അല്ലല്ലോ. RSSന്റെ രണ്ട് ക്രിമിനലുകളല്ലേ പോയത്? സുധീഷിനെ കൊന്നത് CPM ആണോ? RSSന്റെ ക്രിമിനലുകളല്ലേ? അവരല്ലേ ജയിലിൽ കിടക്കുന്നത്? ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും RSS ഉണ്ടാക്കിയ കുഴപ്പത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ സമാധാനമില്ലാത്തത്. ഇപ്പോഴെന്താ വിഷയം? സഖാവ് പി ജയരാജൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ബലിദാനികളുടെ കുടുംബത്തിന് കൊടുക്കേണ്ട കാശ് പോലും അടിച്ചു മാറ്റി എന്ന ഗുരുതരമായ ആരോപണമാണ് കണ്ണൂർ ജില്ലയിൽ RSS നേരിടുന്നത്. ആരാണ് ആരോപണം ഉന്നയിക്കുന്നത്? CPM അല്ല, പുറത്തുനിന്നുള്ള ആരുമല്ല, RSSന് അകത്തുള്ള ആൾ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ അശോകനും പിന്നെ നമ്മുടെ വിഷയങ്ങൾ ശരിയാണ് എന്ന് RSSന്റെ എന്നെ നികേഷ് പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് ഞാൻ എന്ത് പ്രതികരിക്കാനാ? ആരോപിച്ചു എന്ന്? ആരോപിച്ചു? ഒന്ന്, ബലിദാനികൾക്ക് അവിടുത്തെ പ്രവർത്തകന്മാർ സമാഹരിക്കുന്ന തുകയാണ് ബലിദാനികളുടെ കുടുംബത്തിന് കൊടുക്കുന്നത്, അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി കൊടുക്കുമ്പോൾ എവിടെ നിന്ന് കിട്ടിക്കണ്ട് കൊടുക്കുന്നതല്ല. കണ്ണൂർ ജില്ലയിലെ സാധാരണ പ്രവർത്തകന്മാർ സമാഹരിക്കുന്ന തുക പൊതുജനങ്ങളോട് പോലും പണം പിരിക്കാറില്ല. സാധാരണ പ്രവർത്തകന്മാർ അവരുടെ നിത്യ വരുമാനം കൊടുക്കുന്ന തുക സമാഹരിച്ചുകൊണ്ടാണ് കേസ് നടത്താനും ബലിദാനികളുടെ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നത്. അതിലൊന്നും ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ നികേഷേ, അതിലൊന്നും ആർക്കും പരാതിയില്ല. പിന്നെ ഇവിടെ സംഘർഷത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇവിടെ സുധീഷിന്റെ കൊലപാതകം പറഞ്ഞു. അതിന്റെ 2 ദിവസം മുമ്പല്ലേ സദാനന്ദ മാഷ് 2 കാലും വെട്ടി മാറ്റിയത്? ആരാ? BJP-കാരാ? CPM-കാരല്ലേ ചെയ്തത്? ഇവിടെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ സ്വന്തം സ്ഥലത്ത് പഞ്ചായത്തിൽ 3 സംഭവങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകന്റെ കാലൊടിച്ചു, 2 പ്രവർത്തകന്മാരുടെ കാല് തല്ലി ഒടിച്ചു, 1 പ്രവർത്തകരെ കൊല്ലാൻ നോക്കി. അടുത്തടുത്ത് ഒരു 2 ആഴ്ചക്കുള്ളിൽ 3 സംഭവം ഉണ്ടായി. ഞങ്ങളാണോ ഉത്തരവാദികൾ? ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും സംഘർഷം ഉണ്ടാക്കിയോ? പിന്നെ ഈ കണക്കുകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ആഗ്രഹമില്ലെങ്കിൽ വേണ്ട. ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ശ്രീ പരമേശ്വരജിയുടെ നേതൃത്വത്തിൽ ഒരു ശ്രമം ഉണ്ടായിരുന്നു. അങ്ങനെ പല ശ്രമങ്ങളും ഉണ്ടാകാറുണ്ട്. ചില ഘട്ടത്തിൽ പോസിറ്റീവായിട്ട് CPM പ്രതികരിക്കാറുണ്ട്. അതിന് അതിന്റെ നല്ല സൂചനകൾ അവിടെ ഉണ്ടാകാറുണ്ട്. അതിൽ CPM-ആണ് ഒരു ശ്രമം ഉണ്ടാക്കേണ്ടത്. ഭഗവത് ധ്വജത്തെ സാക്ഷി നിർത്തി RSS അവതരിപ്പിക്കുന്ന കണക്ക് ഞാൻ പറയാൻ, 2002 കർണാടകത്തിൽ നിന്ന് 20,500,000, തമിഴ്നാട്ടിൽ നിന്ന് 13,500,000, മഹാരാഷ്ട്രയിൽ നിന്ന് 30 ലക്ഷം, ഗുജറാത്തിൽ നിന്ന് 1 കോടി, മധ്യപ്രദേശിൽ നിന്ന് 5 ലക്ഷം, UP-യിൽ നിന്ന് 2 ലക്ഷം, വിശ്വ ഹിന്ദു ലോകത്താകെയുള്ള പിന്നെ RSS ശാഖകളിൽ നിന്ന് 2.5 കോടി, അങ്ങനെ മൊത്തം 4.25 കോടി രൂപ ഇവരുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അത് ചെലവഴിച്ചത് എത്രയാണ് എന്ന കണക്കാണ്. ഈ കണക്ക് RSS അകത്തുള്ള കണക്കാണ്. അശ്വിനി കുമാറിന്റെ വധക്കേസ്, അശ്വിനി കുമാറിന്റെ എനിക്ക് പറയാം 25 കോടി നിങ്ങൾക്ക് ചൈനയിൽ നിന്ന് വരുന്നു, 30 കോടി നിങ്ങൾക്ക് കൊറിയയിൽ നിന്ന് വരുന്നു. ഞാൻ പറയാം മനോജ്, നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരല്ലേ, അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. കണ്ണൂർ ജില്ലയ്ക്ക് പ്രത്യേക പരിഗണന നൽകി 37 ലക്ഷം രൂപ എന്തിനാ കൊടുത്തതെന്നറിയോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നന്നാക്കാൻ. എന്നിട്ടോ 1 പൈസ പോലും ചെലവാക്കിയിട്ടില്ല. ഇവിടെ റിപ്പോർട്ട് എന്താണെന്നറിയോ? ഇവര് ഈ നേതാക്കൾ, അത് വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന ആൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വന്തം കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചു. പൊന്നാട് ഇവരുടെ സ്കൂളുണ്ട്. ആരുടെ പേരില? വത്സൻ തില്ലങ്കേരിയുടെ പേരിലാണ്. ഇവർ മാറ്റിയിട്ടില്ല. മാറ്റാൻ RSS തീരുമാനിച്ചിട്ട് പോലും ഇത് മാറ്റിയില്ല. ഇങ്ങനെ എത്ര കണക്കുകൾ. ഇങ്ങനെ ഈ അവിടെയുള്ള സുരേഷ് ബാബു, ഇപ്പൊ പറയുന്ന കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാശ് അടിച്ചു മാറ്റിയതിൻ്റെ കണക്കുകളാണ് ഇവരുടെ സംഘടനയ്ക്കുള്ളിൽ ഏറ്റവും വലിയ പ്രശ്നമായി വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ കുഴപ്പം നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് RSSന്റെ എക്കാലത്തെയും പ്രശ്നപരിഹാരത്തിന് ചർച്ച തുടങ്ങാമെന്ന് പറയുമ്പോൾ തന്നെ ഈ നിലയിലുള്ള പ്രതികരണങ്ങൾ, വാദമുഖങ്ങളെല്ലാം ഉയരുമ്പോൾ ഞാൻ മടങ്ങിയെത്താം. അടുത്ത ചോദ്യം ശ്രീ MT രമേശിനോടാണ്. ശ്രീ പി ജയരാജൻ പറയും. അല്ലല്ല, പൂർത്തിയാക്കിയിട്ട് പോയാൽ മതി നിങ്ങൾ. 1 മിനിറ്റ്. എന്തെങ്കിലും കള്ളങ്ങൾ ആരെങ്കിലും വിളിച്ചു പറയുന്ന ചർച്ചയോട് എനിക്ക് താല്പര്യമില്ല. ഒന്നുകിൽ പറയുന്നതിന് ആധികാരിക വേണം. ആരെങ്കിലും എഴുതി കൊടുക്കുന്ന കുറിപ്പ് വരുത്. ഇത് ഇല്ലാത്ത കാര്യങ്ങൾ. ഈ കണക്ക് ശ്രീധരൻപിള്ളക്ക് പോലും ഇവർ കൊടുത്തിട്ടില്ല. അതിന്റെ കണക്കുകൊണ്ട് ഇവരുടെ മനോജ്, രമേശ് ചോദിക്കുന്നത് ഈ കണക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. ഒരു കടലാസിൽ എഴുതി കൊണ്ടുവന്നാൽ കണ്ണൂർ ബൈഠക്ക് മോഹൻ ഭഗവത് വരുന്നത് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഓരോന്നോരോന്നായി ഇങ്ങോട്ട് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ RSS ഈ പാവം ബിനുവിനെല്ലാം കൊണ്ടുപോയിട്ട് കുളത്തിലിറക്കുകയല്ലേ? അദ്ദേഹത്തോട് പറയല്ലേ ഞങ്ങൾ മാലാഖമാരാണെന്ന്. നിങ്ങൾ കൊലയാളികളാണ്. നിങ്ങൾ സ്വന്തം ബലിദാനികൾക്ക് കൊടുക്കാനുള്ള പണം
പോലും അടിച്ചു മാറ്റുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടും ഗുജറാത്തിൽ നിന്നും ഒക്കെ കിട്ടുന്ന പണം അടിച്ചു മാറ്റുന്ന ആളുകളാണ് എന്ന കഥ വരുമ്പോൾ ഈ പാവം ബിനുവിനെയൊക്കെ നിങ്ങൾ വഞ്ചിക്കുകയല്ലേ, നിങ്ങൾ കുളത്തിലിറക്കുകയല്ലേ? എന്തിനാണ് നിങ്ങൾ ഇത്രയും കൊലപാതകത്തിൻ്റെ അക്രമത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ട് ചോദ്യം ഇതാണ്, എന്നാണ് എനിക്ക് പ്രാദേശിക ഘടകങ്ങൾ തമ്മിലുള്ള ചർച്ചയ്ക്ക് ഗുണമുണ്ടാകുമോ? അതിനപ്പുറത്തേക്ക് ദേശീയ നേതൃത്വങ്ങളുടെ ഇടപെടൽ, കണ്ണൂരിലെ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണ് ആത്മാർത്ഥമായ നിലപാട് മോഹൻ ഭാഗവതിൻ്റെതെങ്കിൽ, CPM അതിനെ ആ നിലയിൽ തന്നെ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ, പ്രാദേശിക ഘടകങ്ങൾ ഇങ്ങനെ ഒരു ചർച്ച തുടങ്ങാമെന്ന് പറയുമ്പോൾ തന്നെ സംഘർഷം വരികയാണ്. അതുകൊണ്ട് ദേശീയ നേതൃത്വമോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വങ്ങളോ തമ്മിൽ ചർച്ച നടത്തുന്നതായിരിക്കില്ലേ കൂടുതൽ ഉചിതം? തീർച്ചയായിട്ടും പ്രാദേശികമായിട്ടുള്ള ചർച്ചകൾ നടത്തേണ്ട ഘട്ടങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള ചർച്ചകൾ നടത്തണം. അങ്ങനെ ചർച്ചകൾ നടത്തുന്നതിന്റെ ഫലമായിട്ട് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ ചർച്ചക്കിടയിൽ മനോജ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞ ചില വിവരങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ കണ്ണൂർ ബൈഠക്കിൽ കൃത്യമായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കണ്ണൂരിൽ RSSൽ നിന്ന് കൊഴിഞ്ഞുപോക്കുണ്ടായി. ആ കൊഴിഞ്ഞുപോക്ക് സംബന്ധിച്ച് പരിശോധിക്കാൻ ഒരു RSS പ്രവർത്തകനെ തന്നെ ചുമതലപ്പെടുത്തിയായിട്ടാണ് പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുള്ളത്. അപ്പൊ കണ്ണൂരിലെ കൊഴിഞ്ഞുപോക്കിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ബലിദാനികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ച പണം പോലും RSS നേതാക്കന്മാർ അടിച്ചു മാറ്റി എന്നുള്ള പ്രശ്നമടക്കം ഇത് എവിടെ നിന്നാണ് ഈ കണക്ക് എന്നാണ് ശ്രീ MT രമേശ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ പി ജയരാജൻ, ഇത് എവിടെ നിന്നുള്ള കണക്കാണ് എന്നാണ് ശ്രീ MT രമേശ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതിപ്പോ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക് മനോജ് പറഞ്ഞല്ലോ, അതിന്റെ കണക്ക് മനോജിന് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ കണക്ക്? എന്റെ കൈവശമില്ല. പക്ഷേ മനോജിന് എവിടെ നിന്ന് കിട്ടി ഈ കണക്ക്? കണ്ണൂർ ബൈഠക്കിൽ നിന്ന് തീരുമാനം പുറത്തു എനിക്ക് RSSലെ എന്റെ ചാരന്മാർ തന്നതാണ്. RSS കൊഴിഞ്ഞുപോക്കുണ്ടായി. ആ കൊഴിഞ്ഞുപോക്ക് സംബന്ധിച്ച് പരിശോധിക്കാൻ തീരുമാനിച്ചു. ആ കൊഴിഞ്ഞുപോക്കിനുള്ള കാരണങ്ങളാണ് ഞാൻ നേരത്തെ RSSൽ ചാരന്മാരുണ്ട് PM മനോജിന്റെ. ഉണ്ടാവാം, എനിക്കറിയില്ല. ഒരു നിമിഷം വേണ്ട, തലശ്ശേരി കാര്യാലയം ഉണ്ടാക്കാൻ കൊടുത്ത പൈസയിൽ 68 ലക്ഷം രൂപ ബാക്കിയായി. അത് വീതിച്ചെടുത്തു എന്നാണ് കണക്ക് തലശ്ശേരി കാര്യാലയം ഉണ്ടാക്കാൻ. പറയൂ MT രമേശിന്റെ മറുപടി. ചർച്ചക്കൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു വസ്തുതാപരമായിട്ട് കാര്യം പറയണം. പൊതുയോഗത്ത് പ്രസംഗിക്കുമ്പോൾ വെറുതെ ഒരു കടലാസിൽ കുറെ കണക്കെഴുതിക്കൊണ്ട് വരിക. ഞാനൊരു ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഒന്ന് രണ്ട് കാര്യം പറയാം. ജയരാജൻ നേരത്തെ കൊഴിഞ്ഞുപോക്കിന്റെ കാര്യം പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടുന്ന 2 നേതാക്കന്മാർ നിങ്ങളുടെ കൂടെ വന്നു. ബഹുമാനപ്പെട്ട ജയരാജൻ മനസ്സിലാക്കേണ്ടത്, ആ 2 നേതാക്കന്മാരെയും പ്രദേശത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഇരട്ടി വോട്ട് BJPക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കൊഴിഞ്ഞുപോക്കില്ല എന്ന് മനസ്സിലായല്ലോ. ഞങ്ങളെ ആരും കൊഴിഞ്ഞുപോയിട്ടില്ല എന്ന്. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വോട്ടിനേക്കാളും സീറ്റിനേക്കാളും വർധനവുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ എവിടെയും പോയിട്ടില്ലല്ലോ. അതാണല്ലോ BJP പരിശോധിക്കേണ്ടത്. കണ്ണൂർ ജില്ലയിലെ സംഘഭിത്തിയിൽ വിള്ളൽ വീണു എന്നാണ് RSSന്റെ വിലയിരുത്തൽ. സംഘഭിത്തിയിൽ വിള്ളൽ വീണു. അതുകൊണ്ട് തന്നെ ബലിദാനികളുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കേണ്ട ജോലി പോലും വകമാറ്റി കൊടുത്തു. ആരുടെയൊക്കെ ഞാൻ പറഞ്ഞു തരാം ആരുടെയൊക്കെയാണെന്ന്. രഞ്ജിത്ത് ഒരു ആരോപണം നേരിടുന്ന നേതാവാണ്, അവിടുത്തെ BJP പ്രസിഡന്റാണ്. ബൽറാം അവിടുത്തെ RSS നേതാവാണ്. കൃഷ്ണദാസ് സംസ്ഥാന നേതാവാണ്. K സുരേന്ദ്രൻ, PP സുരേഷ് ബാബു, ഇവരുടെ കുടുംബാംഗങ്ങൾക്ക്, ബലിദാനികൾക്ക് കുടുംബാംഗങ്ങളെ സഹായിക്കാൻ RSSന്റെ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിച്ച് നടപ്പാക്കിയ പദ്ധതി. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് RSS സംഘ കാര്യകർത്താക്കളും അവരുമായി ബന്ധപ്പെടുന്ന ആളുകളും നടത്തുന്ന ബിസിനസ്, ആ ബിസിനസ്സിൽ ഇവർക്ക് ജോലി കൊടുക്കാം, കുടുംബാംഗങ്ങൾക്ക് ജോലി കൊടുക്കാം എന്ന് വാഗ്ദാനം നൽകി ആ ജോലി പോലും ഇവർ വകമാറ്റി കൊടുത്തു എന്നതാണ് RSSനകത്തുള്ള ആരോപണം. ഈ പ്രശ്നമാണ് നിങ്ങൾ പരിഹരിക്കാൻ മനോജോട് നാളത്തെ ദേശാഭിമാനി പത്രത്തിൽ അല്ലല്ല ഞാൻ പറയാം നികേഷേ, ഒറ്റ അഭ്യർത്ഥന, ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. നാളത്തെ ദേശാഭിമാനി പത്രത്തിൽ ഇന്നിവിടെ എഴുതിക്കൊണ്ടുവന്ന കടലാസിൽ പറഞ്ഞ കാര്യങ്ങൾ PM മനോജിന്റെ പേര് വെച്ചിട്ട് ദേശാഭിമാനി പത്രത്തിൽ എഴുതാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ PM മനോജ് ആ വെല്ലുവിളി സ്വീകരിക്കും. അല്ല അങ്ങനെ വെറുതെ എന്താണെന്നറിയോ, RSS സാധാരണ രാഷ്ട്രീയ പ്രസ്ഥാനം പോലെയല്ല. ഇന്നലെ വരെ BJPയിലെ അംഗമായിരുന്നു കുമ്മനം രാജശേഖരൻ എന്നിവർ വെല്ലുവിളിച്ചാൽ ഞാൻ അതിന് തെളിവ് ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ? ഇവര് സ്വന്തം കാര്യങ്ങൾ അതീവ രഹസ്യമായി നടപ്പാക്കുന്നവരാണ്. കുമ്മനം രാജശേഖരൻ ഇന്നലെ വരെ RSSന്റെ BJPയുടെ മെമ്പറാണ് എന്ന് നികേഷ് തെളിയിക്കാൻ കഴിയുമോ? ആർക്കും തെളിയിക്കാൻ കഴിയില്ല. അത്രയും ദുരൂഹമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ആളുകളാണ് ഇവർ സാധാരണ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. ഇവര് വർഗീയ ഫാസിസം രാജ്യത്ത് നടപ്പാക്കാൻ നിൽക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് പ്രശ്നം.
എന്റെ മനോജ്, വായിക്കൊള്ളാത്ത വാക്കുകൾ നിങ്ങൾ കുറെ കാലമായി പറയും. ഇതൊന്നും രക്ഷപ്പെടില്ല. കുമ്മനം രാജശേഖരന് BJP മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് വെബ്സൈറ്റ് പരിശോധിച്ചാൽ പരിശോധിക്കും. ഞങ്ങൾ നിങ്ങളെ പോലത്തെ രഹസ്യ മെമ്പർഷിപ്പുള്ള ആളല്ല. ഇന്ത്യയിൽ എല്ലാവർക്കും ഓൺലൈൻ മെമ്പർഷിപ്പ് കൊടുത്ത പാർട്ടിയാ. എല്ലാവർക്കും പരിശോധിക്കാം. നിങ്ങൾ ഈ ആളുകളെ വിഡ്ഢികളാക്കുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ സിമ്പിളായി ചോദിച്ചത്, നിങ്ങൾ ഇവിടെ ആരോപണം ഉന്നയിച്ചത് സമൂഹം അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ടാണ്. PM മനോജന് കടലാസിൽ എഴുതി കൊടുത്ത് എന്ത് വേണമെങ്കിൽ വിളിച്ചു പറയാം. അത് കേൾക്കാൻ കുറെ ആളുണ്ടാകും. നാളെ നിങ്ങളുടെ പത്രത്തിൽ നിങ്ങളുടെ പേര് വെച്ച് എഴുതണം. ധൈര്യമുണ്ടോ PM മനോജന്? നിങ്ങളുടെ പേര് വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എഴുതാൻ തയ്യാറായാൽ നിങ്ങൾ തെളിയിക്കേണ്ടി വരും. നിങ്ങൾ ഏറ്റെടുക്ക്. എന്റെ വെല്ലുവിളി ഞാൻ റിപ്പോർട്ടർ ചാനൽ മുമ്പ് വത്സൻ തില്ലങ്കേരിക്കും PK കൃഷ്ണദാസിനും K രഞ്ജിത്തിനുമെതിരായിട്ട് നിങ്ങൾ ഈ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞ ഈ ആരോപണം നിങ്ങളുടെ പേര് വെച്ച് നിങ്ങളുടെ പത്രത്തിൽ ധൈര്യമുണ്ടെങ്കിൽ എഴുത്. ഞാനിത് ആദ്യമായിട്ട് പറയുന്നതല്ല, എന്റെ പേര് വെച്ച് തന്നെ ദേശാഭിമാനി പത്രത്തിൽ ആവർത്തിച്ച് എഴുതിയിട്ടുള്ളതാണ്. എന്ത് അശ്വിനി കുമാർ വധവുമായി ബന്ധപ്പെട്ട് RSS നടത്തിയ കള്ളക്കളികൾ, RSS NDF-മായി നടത്തിയ കച്ചവടങ്ങൾ, അതിന്റെ ഭാഗമായി ഇവർ നടത്തിയ പണത്തിന്റെ ഇടപാട്, അതിന്റെ ഭാഗമായി ഇവർ നടത്തിയ കേസുകൾ ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ, അതിന്റെ ഭാഗമായി ഇവർ സമ്പാദിച്ച പണം, ഇതൊക്കെ എന്റെ പേര് വെച്ചും ദേശാഭിമാനി പത്രത്തിൽ ആധികാരികമായിട്ടും പലവട്ടം എഴുതിയിട്ടുള്ളതാണ്. അന്നൊന്നും ഈ വെല്ലുവിളി നടത്താൻ അത് എന്തുകൊണ്ട് ഇവർക്ക് ധൈര്യമുണ്ടായില്ല? ആ ധൈര്യം ഉണ്ടാവാത്തത് ഇതിന്റെ തെളിവുകൾ കൃത്യമായി ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് വിഷയം ദയവായി രണ്ടുപേരും എന്നോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ചർച്ചയിൽ. ഉത്തരം പറയേണ്ടി വരും. ശ്രീ DB ബിനു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പരിഹരിക്കാനുള്ളത്. ലേഖനത്തിൽ ഒരു വ്യക്തിയുടെയും പരാമർശമില്ല. നിങ്ങൾ RSS-നെതിരായി പറഞ്ഞോളൂ. നിങ്ങൾ ഇവിടെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെ പേര് പരാമർശിച്ചു. ഞാൻ അതാ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പരാമർശിച്ച വ്യക്തികളുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാർത്ത അത് മനസ്സിലായി മനോജിന് മനസ്സിലായി. മനോജ് എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നാളെ ദേശാഭിമാനി പത്രത്തിൽ വായിക്കാം. ശ്രീ DB ബിനു, ഇതാണ് വിഷയം എന്നുള്ളത് കൊണ്ട് നേരത്തെ പറയുന്നുണ്ടായിരുന്നു ശ്രീ MT രമേശ് 80കളുടെ തുടക്കത്തിൽ VT രണദേവയുടെ നേതൃത്വത്തിലുള്ള ചില ശ്രമങ്ങൾ, അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വരും. നേരിട്ട് സീതാറാം യെച്ചൂരിയും മോഹൻ ഭഗവതും സംസാരിക്കേണ്ടി വരും ഒരു സൗഹാർദ്ദ അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ തന്നെ. തീർച്ചയായും. കാരണം ഇങ്ങനെയാണെങ്കിൽ ഇവർക്ക് മധ്യസ്ഥന്മാരെ കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിൽ യഥാർത്ഥത്തിൽ ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ നൂറുകണക്കിന് ചെറുപ്പക്കാർ കുടുംബങ്ങളിലെ ഏക അത്താണിയാണെന്ന് പറഞ്ഞ് ഈ രണ്ട് പാർട്ടിയിലുമുള്ള ആളുകൾ അവരുടെ ഏക അത്താണിയായ അവർ മരിക്കുമ്പോൾ അവരുടെ അമ്മമാർക്ക് വരുന്ന നഷ്ടം, സഹോദരികളുടെ നഷ്ടം, അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ നഷ്ടം, ഇത് രണ്ടുപേരിലും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അവിടെ. ഇത്തരത്തിലുള്ള കൊലപാതക പരമ്പര അവസാനിപ്പിക്കുക എന്നുള്ള സതുദ്ദേശം മാത്രമാണ് ഈ ചർച്ച അവിടെ തുടങ്ങുന്നതിന് കാരണമായത്. ശരി, അതൊരു സതുദ്ദേശമായി തന്നെ കാണുന്നു. തുടരുക. ശ്രീ ഷുക്കൂർ, ഇന്നിപ്പോൾ RSS-ന്റെ സർസംഘചാലക് കേരളത്തിൽ വന്ന് പ്രധാനമായും ഇതല്ല വിഷയം. ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു തരത്തിലും ഭയാശങ്കകൾ ഉണ്ടാകേണ്ടതില്ല എന്ന ശ്രീ DB ബിനുവിനെ പോലുള്ള അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ പോലുള്ള ആളുകൾക്ക് വലിയ തോതിൽ ആശ്വാസം നൽകി നാളെ അദ്ദേഹം തിരിച്ചു പോവുകയാണ്. RSS-ന്റെ പരമോന്നത നേതാവിനെ വിശ്വസിച്ചുകൂടെ പാർട്ടിക്ക്? RSS-ന്റെ നേതാവിനെ വിശ്വസിക്കാനോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്? CPM-ന് വേണമെങ്കിലാകാം. കാരണം 1977-ൽ അവരൊക്കെ ഒരുമിച്ചായിരുന്നു കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ. 89-ലും ഗവൺമെന്റിന്റെ ഭാഗമായി BJP, RSS അല്ലെങ്കിൽ CPM, CPI അവിടെ നമുക്കൊന്ന് കാണാം. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഈ ന്യൂനപക്ഷങ്ങളെ ഉണ്ടായിരിക്കുന്ന ആശങ്ക അകറ്റാൻ RSS-ന്റെ നേതാവിന് കഴിയുമെന്നോ? എങ്ങനെയാണത് എൻ്റെ നികേഷ്? എങ്ങനെയാണ് നികേഷ് ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്താ മാധ്യമങ്ങൾ എന്താ പുറത്തു കൊണ്ടുവന്നത്? UP-യിലെ മൃഗസംരക്ഷണ വകുപ്പ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എന്താ? മാട്ടിറച്ചി എന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു മത ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു വയോധികനെ 15 പേർ ചെന്ന് തല്ലിക്കൊന്നു. അത് മാട്ടിറച്ചിയാണ്, അതായത് പശുവിറച്ചിയാണ് എന്ന് പറഞ്ഞാണ് കൊന്നത്. വീട്ടുകാർ വിളിച്ചു പറയുന്നു അത് ആട്ടിറച്ചിയാണ് എന്ന് പറഞ്ഞിട്ടും കൊലയാളികൾ വിട്ടില്ല.
അത് സംഘപരിവാറിന്റെ BJPയുടെ ഒരു നേതാവിന്റെ മകനാണ് അതിന് നേതൃത്വം കൊടുത്തത്. 15 പേർ. ഇന്ന് മൃഗസംരക്ഷണ വകുപ്പ് അത് ശാസ്ത്രീയമായി പരിശോധിച്ച് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഈ മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ആ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടയാളെ അങ്ങനെ അതിക്രൂരമായി തല്ലിക്കൊന്ന RSSന്റെ BJPയുടെ ആളുകൾ ഇന്ന് മതന്യൂനപക്ഷങ്ങളുടെ പേരിൽ എങ്ങനെ അവരുടെ മനസ്സിലെ നൊമ്പരങ്ങളെ ആശങ്കകളെ അകറ്റാൻ കഴിയും? അത് മറ്റൊരു ലക്ഷ്യമാണ്. തെരഞ്ഞെടുപ്പിൽ 2 വോട്ട് കിട്ടി, ആ വോട്ട് വാങ്ങി അധികാരത്തിലേക്ക് വരാൻ എല്ലാ കാലത്തും സ്വീകരിക്കുന്ന നടപടിയാണിത്. എന്റെ VK സിംഗ് എന്ന് പറയുന്ന കേന്ദ്ര മന്ത്രി, പ്രതിരോധ മന്ത്രി, പട്ടികജാതിയിൽപ്പെട്ട കുഞ്ഞുങ്ങളെ അതൊക്കെ നമുക്ക് അറിയാവുന്ന കഥകളാണല്ലോ. ഓരോന്നായി വിശദീകരിക്കാൻ പോവുകയാണെങ്കിൽ അതിന് സമയമില്ല. ഷുക്കൂർ, ശരിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സന്ദേശം വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഇടപെട്ടത്. തുടരുക ശ്രീ DB വിനു. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി മഹേഷ് ശർമ്മ പറയുകയാണ്. മാത്രമല്ല സുബ്രഹ്മണ്യം സ്വാമി അതിനെ അനുകൂലിച്ച് രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണെന്നറിയാമോ, ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അത് ലക്ഷ്യമിട്ട് വലിയ തോതിൽ ധ്രുവീകരണം നടത്തുക. എന്തായാലും നിങ്ങൾ പോയി RSSനെ നന്നാക്കാനായിരിക്കില്ല പോയിട്ടുണ്ടാവുക. കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. ഈ കാര്യം കൂടി ചോദിച്ചുകൂടായിരുന്നോ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അസഹിഷ്ണുത നടപടികളിൽ RSSന്റെ നിലപാട് വ്യക്തമാക്കണം എന്നുള്ളത് ഒരാവശ്യമായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉയരേണ്ടതായിരുന്നില്ലേ? RSSന്റെ പല നിലപാടുകളോടും മൗലികമായി വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആ അഭിപ്രായങ്ങൾ അവിടെ പ്രകടിപ്പിക്കുകയും ഇതിനെ പല വിവാദപരമായ വിഷയങ്ങളെക്കുറിച്ചുള്ള RSSന്റെ മേധാവിയുടെ അഭിപ്രായങ്ങൾ അറിയുകയുമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിനദ്ദേഹം പ്രത്യേകിച്ച് നമ്മൾ ഉന്നയിച്ചൊരു പ്രശ്നം നമ്മുടെ രാജ്യത്തെ അഴിമതി. ആ അഴിമതിയെ സംബന്ധിച്ച് വളരെ മൃദുലമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. അഴിമതി വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ വലിയ അലംഭാവം കേന്ദ്ര സർക്കാർ കാണിക്കുന്നു. വിവരാവകാശ നിയമം ഭേദഗതി ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ലോക്പാൽ നിയമം നടപ്പാക്കുന്നില്ല. വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കുന്നില്ല ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ അവരുടെ പ്രീപോൾ വാഗ്ദാനം എന്ന് ആയിരുന്ന ബ്ലാക്ക് മണി തിരിച്ചു കൊണ്ടുവരുമെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിലെല്ലാം എന്താണ് RSSന്റെ നിലപാട്? RSS ഇതിന് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകുന്നില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തോട് പ്രധാനമായും ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിൽ അദ്ദേഹം അത് അംഗീകരിക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താമെന്ന് ഞങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. ശരിയാണ്. അതുപോലെ തന്നെ റിസർവേഷൻ ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ഉള്ളവരെ കാണുക എന്ന ജനസമ്പർക്കം RSSന്റെ സർസംഘചാലക് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനെ CPM സ്വാഗതം ചെയ്യേണ്ടതല്ലേ? വ്യത്യസ്ത വീക്ഷണങ്ങൾ എന്താണ് എന്ന് അറിയുക വളരെ പ്രധാനപ്പെട്ടതാണ് ഇക്കാലത്ത്. അവിടെ RSSനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ശക്തിയാണ്. അത് ഇരട്ട നാവ് കൊണ്ട് സംസാരിക്കുന്ന ഒരു ശക്തി കൂടിയാണ്. അപ്പൊ ഒരു ഭാഗത്ത് മഹാത്മാഗാന്ധിയെ വാനോളം പുകഴ്ത്താനും അതേസമയം നാത്തൂറാം വിനായക ഗോഡ്സെക്ക് അമ്പലം പണിയാനും പ്രതിമയുണ്ടാക്കാനും ശ്രമിക്കുക. ഈ നിലക്ക് ഇരട്ട നാവ് കൊണ്ട് സംസാരിക്കുന്ന ഒരു ശക്തിയാണ് RSS. അതിന്റെ തലവൻ ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും, അഴിമതിക്കെതിരായിട്ട് ഞങ്ങൾ പോരാടും എന്നൊക്കെ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ വിശ്വാസത്തിലെടുക്കാൻ പ്രയാസമുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ കണ്ണൂരിലെ സംഘർഷത്തിന്റെ കാര്യത്തിൽ ചർച്ചയ്ക്ക് CPM തയ്യാറാവുമോ എന്നതാണ്. ഞങ്ങൾ നേരത്തെ അക്കാര്യത്തിൽ എടുത്തുള്ള നിലപാടാണ്. ആ നിലപാടാണ് ഇവിടെ ആവർത്തിച്ചു പറയാനുള്ളത്. ശ്രീ MT രമേശ്, എന്താണ് മോഹൻ ഭാഗവതിൻ്റെ ഉദ്ദേശം? ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൊതുജനാഭിപ്രായം സ്വരൂപിച്ച് വീക്ഷണരേഖ തയ്യാറാക്കാനും BJP നേതൃയോഗം തീരുമാനിച്ചിട്ടുണ്ട്. മോഹൻ ഭാഗവത് എന്നൊക്കെ കേൾക്കുമ്പോൾ, അല്ലെ RSS എന്നൊക്കെ കേൾക്കുമ്പോൾ ഉള്ളൊരു ഞെട്ടൽ മലയാളികൾക്ക് ഒഴിവാക്കുക എന്നുള്ളതാണോ? എല്ലാ മേഖലകളിലെയും ആളുകളെ കണ്ട് എന്താണ് അവരുടെ RSSുമായുള്ള അകൽച്ചയ്ക്ക് കാരണം എന്ന് മനസ്സിലാക്കുകയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇത് പുതിയ സംഭവമല്ല നികേഷേ. എല്ലാ വർഷവും സർസംഘചാലകന്റെ സന്ദർശനം ഓരോ സംസ്ഥാനത്തും ഉണ്ടാകുമ്പോൾ
അവിടുത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ തേടാറുണ്ട്. അതൊരു തുടർ പ്രക്രിയയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഘട്ടങ്ങളിൽ മോഹൻജി ഭഗവത് കേരളത്തിൽ വന്ന സമയത്ത് ധാരാളം ക്രിസ്ത്യൻ മത പുരോഹിതന്മാരുമായിട്ട് അദ്ദേഹം ഡയലോഗ് നടത്തിയിരുന്നു, ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ RSSന്റെ സാധാരണയുള്ള സർസംഘചാലകന്റെ യാത്രയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇപ്രാവശ്യം എറണാകുളത്ത് വന്നപ്പോൾ മാധ്യമപ്രവർത്തകന്മാരുടെ കൂടെ കണ്ടു എന്നുള്ളതാണ് ഇതൊരു വലിയ വാർത്തയായിട്ട് വരാനുള്ള കാരണം. ഇതൊരു തുടർ പ്രക്രിയയാണ്. എല്ലാ വിഭാഗം എതിരാളികളും അനുകൂലിക്കുന്നവരെ മാത്രമല്ല, എന്താണ് RSSനെ കുറിച്ച് പൊതുസമൂഹത്തിന്റെ അഭിപ്രായം എന്ന് എതിരാളികൾ പറയുമ്പോഴാണല്ലോ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. അങ്ങനെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളത് ഇതിൻ്റെ അകത്തുള്ള ഒരു ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയയുടെയും ബഹുജന സമ്പർക്കത്തിന്റെയും ഭാഗമായിട്ടുള്ളത്. അതുമാത്രമേ അതിൽ കാണേണ്ടതുള്ളൂ. ഇവിടെ ജയിച്ചു കഴിയാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പൂർണ്ണമായ ജനപങ്കാളിത്തം RSSനൊപ്പമില്ല. അങ്ങനെ ഒരു അകൽച്ച എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ അകൽച്ച നീക്കി കിട്ടുക എന്നുള്ളതാണ് RSSന്റെ സർസംഘചാലകർ തന്നെ കേരളത്തിൽ വന്ന് വ്യത്യസ്ത മേഖലകളിലെ ആളുകളെ കാണുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതേസമയം BJP ആകട്ടെ അവരുടെ വീക്ഷണരേഖ തയ്യാറാക്കൽ, മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തൽ, നല്ല മണ്ഡലങ്ങൾ ഏതാണ് എന്ന് തെരഞ്ഞുപിടിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ വേറൊരു പ്രക്രിയയായി നടക്കുന്നു. സാധാരണ സർസംഘചാലക്ക് രമേശ് പറഞ്ഞതുപോലെ ഒരു വർഷം ഒരു തവണയേ സംസ്ഥാനത്ത് വരാറുള്ളൂ. ഇത് ഈ വർഷം തന്നെ നവംബറിലും വന്നു, ഡിസംബറിലും വന്നു. RSS കൃത്യമായിട്ട് കേരളത്തിലെ BJPയെ ദത്തെടുത്തിരിക്കുകയാണ്. ഈ ദത്തെടുത്തിരിക്കും BJP വേറൊരു എക്സസൈസ് നടത്തുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു എക്സസൈസ് നടത്താനൊന്നും BJPക്ക് അധികാരമില്ല. RSS ആണ് നിയന്ത്രിക്കുന്നത്. RSS ആണ് BJPയുടെ പ്രസിഡന്റ് ആരാണെന്ന് തീരുമാനിച്ചത്. ഇനി ഭാരവാഹികൾ ആരാണെന്ന് തീരുമാനിക്കുന്നത്. BJP എങ്ങനെ ചലിക്കണം, ഏത് ഭാഗത്തേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് BJP പ്രകടനപരമായിട്ട് ഇങ്ങനെ ചില എക്സസൈസുകൾ നടത്തുന്നുണ്ടെന്നല്ലാതെ RSS കൃത്യമായിട്ട് 140 മണ്ഡലങ്ങളുടെയും ചുമതല ഏറ്റെടുത്ത് RSSന്റെ 140 പ്രചാരകന്മാരെ നിയോഗിക്കാൻ പോകുന്നതാണ് ഇന്നത്തെ വാർത്ത. എന്ന് മാത്രമല്ല കേരളത്തിൽ അത്ഭുതം ശ്രീ PM മനോജ്, വ്യത്യസ്ത തെരഞ്ഞെടുപ്പ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ ഒരു ഉദാഹരണമായി എടുത്താൽ അത് RSS നടത്തുന്നതാണ്. അതിനിപ്പോൾ അവരൊന്നും ഒളിക്കുന്നില്ല. RSS തന്നെയാണ് തങ്ങളുടെ അവരുടെ പ്രചാരകന്മാരെ BJPയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാക്കി നിയോഗിക്കുന്നത് പോലെ. അല്ല നികേഷ് പറയുന്നത് തെറ്റാണ്. നികേഷ്, ഇന്നലെ വരെ പരസ്യമായി തങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്ന് പറയാൻ RSS മടിച്ചിരുന്നു. എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച് പ്രവർത്തിക്കാവുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് തങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് സ്വയം സാംസ്കാരിക സംഘടനയാണ് എന്ന് പറഞ്ഞ് RSS മാറി നിൽക്കുന്നത്. എന്തുകൊണ്ട് RSS രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിച്ചുകൂടാ? RSSന് രാഷ്ട്രീയ പാർട്ടി നിയന്ത്രിക്കാമെങ്കിൽ സ്വയം രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കാത്തത് പ്രച്ഛന്നവേഷം അണിഞ്ഞത് കൊണ്ടാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയുടെ പാരമ്പര്യം, അതുപോലെ മാനുഷികത, അതുമല്ലെങ്കിൽ ഇതൊന്നും പ്രധാനപ്പെട്ട BJPക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ കണ്ടെത്തുന്നു, അവിടെ നല്ല സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നു. അതിനാരെങ്കിലുമൊക്കെ പ്രധാന തടസ്സങ്ങളായി ഉണ്ടെങ്കിൽ അവരെ കാണുന്നു, അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നു, അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഒരു മാതൃകാ പ്രവർത്തനമാണ് RSSും സർസംഘചാലകവും ഈ വിഷയത്തിൽ നടത്തുന്നത്. ഒരു എൻട്രി വേണമല്ലോ നിയമസഭയിലേക്ക്, അതിന് സഹായിച്ചു കൊടുക്കുകയാണ്. RSS തങ്ങളുടെ ദൗത്യം പരസ്യമായിട്ട് ഒരിക്കലും പറയാറില്ല. നേരത്തെ മനോജ് പറഞ്ഞതുപോലെ RSS തങ്ങളൊരു സാംസ്കാരിക പ്രസ്ഥാനമാണ് എന്നാണ് സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഫയലുകൾ നോക്കുന്ന നിലയിലേക്ക് RSS മാറിയിരിക്കുകയാണ്. അപ്പൊ തങ്ങളുടെ രാഷ്ട്രീയ ദൗത്യം എന്താണ് എന്ന് പരസ്യമായിട്ട് RSS പ്രഖ്യാപിക്കട്ടെ. ഒരു ജനാധിപത്യ വ്യവസ്ഥയുള്ള ഒരു സമൂഹത്തിനകത്ത് RSS സാംസ്കാരിക ദൗത്യമാണോ രാഷ്ട്രീയ അതൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷേ രാഷ്ട്രീയമായി അവർ ഇടപെടാറുണ്ട്. കഴിഞ്ഞ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSS തന്നെയായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രചാരണത്തിന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ചുക്കാൻ പിടിച്ചത്. അതുതന്നെയാണ് പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ മഹാരാഷ്ട്രയിലായിക്കൊള്ളട്ടെ, ഹരിയാനയിലായിക്കോട്ടെ, എവിടെയും ആയിക്കൊള്ളട്ടെ, ഇനി എന്തിന് ജമ്മു കാശ്മീരിലടക്കം, ജമ്മുവിൽ പ്രധാനമായും RSS തന്നെയായിരുന്നു ചുക്കാൻ പിടിച്ചത്. അത് തന്നെയാണ് കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് ശ്രീ P. ജയരാജൻ താങ്കളോട് ചോദിക്കാനുള്ളത്, ഇക്കാര്യത്തിൽ ഭയമുണ്ടോ? RSS ആകുമ്പോൾ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനം, ഗ്രൂപ്പിസോ ഒന്നും അനുവദിക്കില്ല എന്നുള്ളത് അവർക്ക് ജയിച്ചു കയറാനുള്ള അവസരത്തിനിടയാക്കുമോ? RSSനെ ഞങ്ങളെന്തിനാ ഭയപ്പെടുന്നത്? RSS ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കി, അതിൽ അവർ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. എന്ന് മാത്രമല്ല RSSൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളുകൾ വരുന്ന അത്ഭുത സംഭവമാണ് കണ്ണൂരിൽ കഴിഞ്ഞ കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കൾ ആവർത്തിച്ച് പറയുന്നത്. ശ്രീ ഷുക്കൂർ, RSSന്റെ കടന്നുവരവോടുകൂടി BJP കൂടി ശക്തി പ്രാപിക്കും
അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതേ ചർച്ചയിൽ തന്നെ എം ഐ ഷാനവാസ് പറയുകയായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ CPM-ഉമായി തന്ത്രപരമായ സഹകരണം ഉണ്ടാക്കുമെന്ന്. LDF UDF കൂട്ടുകെട്ടിലൂടെ RSSനെ BJP-യെ തോൽപ്പിക്കാനാകും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതേക്കാള് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിനോടുള്ള സമീപനം എന്ത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അന്ധമായ കോൺഗ്രസ് വിരോധമാണ്. എല്ലാ കാലഘട്ടങ്ങളിലും അത് നമുക്ക് തെളിയിക്കാൻ കഴിയുന്ന ഒട്ടേറെ സംഭവങ്ങൾ കേരളത്തിലുണ്ട്. ഒരു മണ്ഡലത്തിൽ BJP ശക്തി പ്രാപിച്ചു വരികയാണെങ്കിൽ BJP-യെ അകറ്റുന്നതിന് വേണ്ടി CPM-ന് കോൺഗ്രസ് വോട്ട് ചെയ്യുക, കോൺഗ്രസിന് CPM വോട്ട് ചെയ്യുക, അതിനെ നടന്നിട്ടുണ്ട് നിയമമണ്ഡലത്തിലടക്കം എന്ന് രമേശ് പറയും. ഒരു അവസരം കൂടി കൊടുത്താൽ. രമേശ് ഉണ്ടായിരുന്നു അന്നത്തെ ചർച്ചയിൽ. രമേശിനെ പോലുള്ളവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഏതായാലും അവർക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ മറ്റൊരു കാര്യം പറയാം. ഏതായാലും RSSന്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള കേരളത്തിലെ പ്രവർത്തനം ഫലം കാണില്ല എന്നാണ് പറയുന്നത്. ഒരു സംശയം. ശ്രീ MT രമേശ്, താങ്കൾ എവിടെയാണ് മത്സരിക്കുന്നത്? ഇപ്പോഴേ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണോ സംസ്ഥാനചാലക് വന്ന് നിങ്ങളെയൊക്കെ കണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നത്? അവരുടെ നിഗൂഢ പ്രവർത്തനങ്ങൾ, അക്രമ പ്രവർത്തനങ്ങൾ, ഇത് അല്ല, അതില് RSSന്റെ സർസംഘചാലക് വരുന്നത് RSSന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അത് BJP-യുടെ ഏതെങ്കിലും പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ല. അതേസമയത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ BJP-ക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങളുടെ ആദർശപരമായ ഒരു കുടുംബത്തിന്റെ ഭാഗം എന്നുള്ളവർക്ക് RSSന്റെ പ്രവർത്തകന്മാർ കാണിക്കും. അത് സ്വാഭാവികമാണ്. അത് കഴിഞ്ഞ പ്രാവശ്യവും ചെയ്തിട്ടുണ്ട്, അത് ഈ പ്രാവശ്യം ഉണ്ടാവും. കാരണം കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയം ഉണ്ടാവണം, ഒരു പുതിയ ഓൾട്ടർനേറ്റീവ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുണ്ട്. അതിനെ തോൽപ്പിക്കാൻ എല്ലാ കാലത്തും CPM-ഉം കോൺഗ്രസും ശ്രമിക്കാറ് പരസ്പരം സഹായിച്ചു കൊടുക്കലാണ്. നിയമത്തെക്കുറിച്ച് നേരത്തെ നികേഷ് തന്നെ പറഞ്ഞല്ലോ. 46,000 വോട്ടുണ്ടായിരുന്നൊരു പാർട്ടി 23,000 വോട്ടിലേക്ക് കൂപ്പ് കുത്തുമ്പോൾ ആ വോട്ട് കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയി എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മഞ്ചേശ്വരം മണ്ഡലത്തിൽ കഴിഞ്ഞ തന്നെ മുമ്പത്തെ പ്രാവശ്യം LDF ജയിച്ചു. ആ LDF-ന് CPM-ന് കഴിഞ്ഞ പ്രാവശ്യം 20,000-ന് മേലെ വോട്ടേ കിട്ടിയിട്ടുള്ളൂ. വോട്ട് എവിടെ പോയി? കോൺഗ്രസ് വോട്ട് പോലെയുമല്ല, CPM-ന്റെ വോട്ട് കൃത്യമായിട്ടുള്ള വോട്ടാണ്. അത് കിട്ടാൻ സാധിക്കാതിരുന്നാൽ അത് എങ്ങോട്ട് പോയി എന്ന് എല്ലാവർക്കും അറിയാം. അത് അവർക്ക് പറയാൻ ന്യായം ഞങ്ങളെ തോൽപ്പിക്കാനാണ്. ആ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി അവർ ഇനിയും നടത്തും. അതുകൊണ്ട് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ കേരളത്തിൽ വന്നത് കൂടിയാലോചനകൾ നേരത്തെ മുതൽ തുടങ്ങിയിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ MT രമേശ്, PM മനോജ്, P ജയരാജൻ, DB ബിനു, A ഷുക്കൂർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.